കർത്താവിൻ്റെ പൊന്നുനാമം മാത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സൺഡേയിൽ ഞങ്ങൾ ആരാധനയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി അങ്കമാലിലെത്തി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചായ കുടിക്കാൻ വേണ്ടി അവർ ഇറങ്ങിപ്പോയിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 119 സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 119 സങ്കീർത്തനം 83 വാക്യം. പുകയത്ത് വച്ച തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിൻ്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ല. സ്തോത്രം. പഴയ നിമിഷത്തന്മാർ തുരുത്തിയിൽ വീഞ്ഞ് സൂക്ഷിക്കും. അപ്പോൾ ആ വീഞ്ഞ് തീർന്നു കഴിയുമ്പോൾ ആ തുരുത്തിയുടെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ വീഞ്ഞിൻ്റെ വേസ്റ്റുകളുണ്ട്. അത് പുറന്തള്ളാൻ വേണ്ടി, അത് ഒഴിവാക്കാൻ വേണ്ടി അവർ പുകയത്ത് വയ്ക്കും. അപ്പോൾ പുകയത്ത് വെച്ചുമ്പോൾ ഇത് പുക അടിച്ച് ചൂട് തട്ടി ഇതിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ വീഞ്ഞിൻ്റെ വേസ്റ്റ് എല്ലാം പുറത്തേക്ക് പോയി അത് വീണ്ടും ഒരു പുതിയ തുരുത്തി പോലെ ആയിത്തീരും. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അതിലേക്ക് അപ്രകാരം ക്ലീനായ തുരുത്തിയിലേക്ക് വീഞ്ഞ് ഒഴിക്കുമ്പോൾ ഈ വീഞ്ഞ് അതിനകത്തിരുന്ന് വികസിക്കും. അപ്പോൾ ഈ വീഞ്ഞിലുള്ള അതിൻ്റെ ഈ വേസ്റ്റ് എല്ലാം സൈഡിൽ പറ്റിപ്പിടിച്ച് നല്ല വീഞ്ഞ് തെളിഞ്ഞു വരും. അപ്പം അതിനു വേണ്ടി പഴയ നിമിഷത്തന്മാർ ഈ തുരുത്തി പുകയത്ത് വയ്ക്കും. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരെങ്കിലും ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഈ വചനം സംസാരിക്കുന്നത് നാം ദൈവത്തിൻ്റെ മുന്നിൽ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ലോകമായ ജീവിതത്തിൽ പറ്റിപ്പിടിക്കുന്ന സകല അഴുക്കുകളും സൺഡേയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു പുകയത്ത് വെച്ച തുരുത്തി പോലെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് നേരിപ്പ് പ്രാപിച്ച് കണ്ണുനീരോടുകൂടെ ഒരു ശുദ്ധീകരണ മനോഭാവം നമുക്ക് ആവശ്യമാണ്. അപ്രകാരം നാം ദൈവത്തെ ശുദ്ധീകരണ മനോഭാവത്തോടു കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുകയും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് നമുക്ക് ഏറെ അനുഗ്രഹമായി തീരുകയും ചെയ്യും. സ്തോത്രം. അതല്ലാതെ പോകുന്നൊരനുഭവത്തിൽ പുകയത്ത് വയ്ക്കാത്ത തുരുത്തിയിലുണ്ടായ വേസ്റ്റ് നിറഞ്ഞ് ആ തുരുത്തി ഇങ്ങനെ വികസിച്ചൊക്കെ ഇരിക്കും. ആ തുരുത്തിയിലേക്ക് വീണ്ടും പുതിയ വീഞ്ഞ് പകർന്നാൽ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ പുതിയ വീഞ്ഞ് ഒഴിക്കുമ്പോൾ അതിന് വീണ്ടും വികസിക്കണം. ഈ അഴുക്കുകളൊക്കെ സൈഡിൽ പറ്റിപ്പിടിക്കാൻ വേണ്ടി പുതിയ വീഞ്ഞ് തെളിഞ്ഞു വരാൻ വേണ്ടി അത് വികസിക്കണം. അപ്പോൾ അതിലെ ശുദ്ധീകരണം ആ തുരുത്തിയിലും ഇല്ല എങ്കിൽ ഇത് പൊട്ടിപ്പോവും, തുരുത്തി പൊട്ടിപ്പോവും. കാരണം ഈ പുതിയ വീഞ്ഞ് ഒഴിക്കുമ്പോൾ അതിൻ്റെ നല്ല വീഞ്ഞ് തെളിഞ്ഞു വരാൻ വേണ്ടി അതിൻ്റേതായ പ്രവർത്തനം നടക്കുമ്പോൾ അത് വികസിക്കും. അപ്പോൾ അത് വികസിക്കാൻ ഈ തുരുത്തിക്ക് കഴിയാതെ വരും. അങ്ങനെ കടന്നു വരുമ്പോൾ പൊട്ടിപ്പോവും, അത് നഷ്ടമായി തീരും, ഒന്നിനും ഉപയോഗിക്കാൻ കഴിയാതെ തീരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം കൂടാതെ ചെയ്തു പോയ കുറ്റങ്ങളും കുറവുകളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിക്കാതെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരുന്നാൽ കേൾക്കുന്ന വചനം അനുഗ്രഹമായി തീരുകയില്ല, അത് ദോഷമായി തീരും. അത് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയാതെ കടന്നു പോകുമ്പോൾ നാം ദൈവത്തെ കുറ്റം പറയും, ദൈവത്തോട് മറുതരിച്ച് സംസാരിക്കും, ജഡപ്രകാരമുള്ള ചിന്തകൾ കടന്നു വരും. പക്ഷെ നാം ഒരു ശുദ്ധീകരണ മനോഭാവത്തോടെ ആണെങ്കിൽ കേൾക്കുന്ന വചനം നമുക്ക് അനുഗ്രഹമായി തീരും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ജീവനാണ്, നിത്യജീവനാണ്. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്കപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കടന്നുപോയ കുറവുകൾ, വീഴ്ചകൾ അത് നമുക്ക് ഏറ്റുപറഞ്ഞ് നേർപ്പ് പ്രാപിക്കാം. ഒരു തുരുത്തിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ആമേൻ. സർവ്വകൃപാലുവായി ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ആരാധന നമുക്ക് ഏറെ അനുഗ്രഹമായി തീരും. സ്വർഗം പ്രസാദിക്കുന്ന ഒരു ആരാധനയായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം.